പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റിയതിന് അമ്മയെയും തിരുകുമാരനെയും ഞാൻ 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ഉഷാകുമാരി, ഞാൻ ചെങ്ങന്നൂന്ന് വരുന്നു. എൻ്റെ ഹസ്ബൻഡ് സുരേഷ് ബാബു, ഇതെൻ്റെ മകള് അഞ്ജന. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത്, ഞാൻ ആദ്യമായി കൃപാസനത്തെ പറ്റി കേട്ടത് തിരുവല്ല MM ഹോസ്പിറ്റലിൽ വെച്ചാണ്. ഞാനത് ആശുപത്രിയിൽ പോകാനുണ്ടായ കാരണം എൻ്റെ ഭർത്താവിന് നടുവിന് വേദനയായിരുന്നു. അങ്ങനെ ഞാൻ 3 ദിവസത്തോടെ അഡ്മിറ്റായി. എന്നിട്ട് ഒരു കുറവുമില്ല. എന്നിട്ട് ഡോക്ടർ എന്നോട് പറഞ്ഞ് MRI എടുക്കാൻ. MRI എടുത്തപ്പോൾ നട്ടലിന് അകലിച്ച, നട്ടലിന് തേയ്മാനം, നട്ടൽ ദ്രവിച്ചു, നട്ടലിന് TV അസുഖം, ഇത് 3 ആയി. അപ്പോൾ ഞാൻ കിടന്ന ബെഡിൻ്റെ അടുത്ത് ഒരു ചേച്ചി എന്നോട് പറഞ്ഞു, കൃപാസനത്തിൽ പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ പോയിട്ടില്ല, എനിക്ക് അവിടുത്തെക്കുറിച്ച് ഒന്നും അറിയത്തില്ല. അന്നേരം ആ ചേച്ചി ഓടിപ്പോയി അവിടുത്തെ വിശുദ്ധ തൈലം എടുത്ത് എൻ്റെ ഹസ്ബൻഡിൻ്റെ തലയിൽ കൊണ്ട് കുരിശ് വരച്ചു, വിശ്വാസ പ്രമാണം ചൊല്ലി. പക്ഷേ എനിക്കന്ന് ഇതൊന്നും അറിയത്തില്ലായിരുന്നു. ഞങ്ങൾ ഡോക്ടറോട് ചോദിച്ചിട്ട് തിരിച്ച് വീട്ടിൽ പോയി കഴിഞ്ഞിട്ട് ഞങ്ങളങ്ങ് കോട്ടയം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായി. ന്യൂറോ സർജനെ കൊണ്ടുപോയി കാണിച്ചു. ന്യൂറോ സർജൻ പറഞ്ഞു ഇത് ഓപ്പറേഷൻ ചെയ്യാതെ മാറത്തില്ല. ഈ വിവരം ഞാൻ എൻ്റെ വീട്ടിൽ വിളിച്ചു പറഞ്ഞപ്പോൾ എൻ്റെ നാത്തും പറഞ്ഞു, ചേച്ചി ഒരിക്കലും ഓപ്പറേഷൻ ചെയ്യാൻ ചേച്ചി സമ്മതിക്കരുത്, ചേച്ചി വിശ്വസിക്കുക, ചേച്ചി എന്ന് വീട്ടിൽ വന്നാലും കൃപാസനത്തിലൊന്ന് പോകണമെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ പോകാം, ഞാൻ കൃപാസനത്തിൽ പോകാം, എനിക്ക് ഇവിടുത്തെ ഒരു കാര്യവും അറിയത്തില്ല, ഞാൻ യൂട്യൂബ് ഒന്നും അന്നൊന്നും നോക്കത്തില്ലായിരുന്നു, എനിക്ക് ഈ പള്ളിയിലെ ഒരു കാര്യവും അറിയത്തില്ല. ഞാൻ ആ പത്രം വെച്ച് പ്രാർത്ഥിച്ചിട്ട് ഓരോ ദിവസവും ഓരോ ടെസ്റ്റിനാണ് ഡോക്ടർ കുറിച്ച് തരുന്നത്. അന്നേരം ഡോക്ടർ അന്നെല്ലാം പറയും ഓപ്പറേഷൻ വേണമെന്ന്. അങ്ങനെ ഞാൻ 4-ാമത്തെ ദിവസം ഞാൻ ചോറ് മേടിക്കാൻ ക്യൂ നിന്നപ്പോൾ ഒരു കന്യാസ്ത്രീ വന്ന് കൃപാസനത്തിലെ ഒരു ഫോട്ടോയും പിന്നെ ഫോൺ നമ്പരും അതിനകത്തുണ്ടായിരുന്നു. എൻ്റെ ആ ഫോട്ടോ തന്നിട്ട് എന്നോട് പറഞ്ഞു എന്താവശ്യം ഉണ്ടെങ്കിലും ഇതിനകത്തൊരു നമ്പറുണ്ട്, കൃപാസനത്തിലൊന്ന് വിളിക്കാൻ പറഞ്ഞു. എന്നോട് പറഞ്ഞു ഉച്ച കഴിഞ്ഞ് വിളിക്കരുതെന്ന് പറഞ്ഞു. ഞാൻ പിറ്റേന്ന് രാവിലെ തന്നെ ആ നമ്പറിൽ ഇവിടെ വിളിച്ചു. അപ്പോൾ ഒരച്ഛനെടുത്ത്, ആരാണെന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ എൻ്റെ പേര് ചോദിച്ചു, എൻ്റെ ഭർത്താവിൻ്റെ പേര് ചോദിച്ചു, ഞാനെല്ലാം പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു ധൈര്യമായിട്ടിരിക്കും, ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഞാൻ ആ ഫോട്ടോ എന്നും പ്രാർത്ഥിക്കും, അമ്മേ ഇത് കുറച്ച് തരണേ. എന്നിട്ട് ഓപ്പറേഷൻ വേണ്ടാന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല, എനിക്കതൊന്നും അറിയത്തില്ല, ഞാനത് പറഞ്ഞില്ല. അങ്ങനെ ഞാൻ 8-ാമത്തെ ദിവസം അൻസേഷ്യ ഡോക്ടർ വന്നപ്പോൾ എല്ലാ ടെസ്റ്റും ഓക്കെ ആയി. പക്ഷേ ഷുഗർ മാത്രം നോക്കിയിട്ടില്ല. ഷുഗർ എന്നോട് ഡോക്ടർ ചോദിച്ചു ഷുഗർ നോക്കിയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു ഷുഗർ നോക്കിയിട്ടില്ല. എന്നാൽ ഒരു കാര്യം ചെയ്ത് ഷുഗർ നാളെ ഒന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഷുഗർ പിറ്റേന്ന് ചെക്ക് ചെയ്തപ്പോൾ ഷുഗർ കൂടുതലാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അതൊന്ന് കുറയ്ക്കുന്നു. 12-ാമത്തെ ദിവസം ഡോക്ടർ വന്നപ്പോൾ എന്നോട് ഡോക്ടർ ഈ റിസൾട്ടെല്ലാം കാണിച്ചപ്പോൾ ഡോക്ടർ എന്നോട് പറയുക സുരേഷ് ബാബുവിന് ഓപ്പറേഷൻ ചെയ്തതിൻ്റെ ഒരാവശ്യവും ഇല്ല. അപ്പം ഞാനങ്ങ് അതിശയിച്ച് എന്താ ഈ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇല്ല ഡോക്ടറെ, ഓപ്പറേഷൻ ചെയ്യാൻ പറ്റത്തില്ല. അന്നേരം ഡോക്ടർ എന്നോട് പറയുക ഇയാടെ ഞാൻ നട്ടെല്ല് വെട്ടിപ്പൊളിക്കുന്ന ഒരു ഡോക്ടറാണ്, ഇയാടെ നട്ടെല്ല് വെട്ടിപ്പൊളിക്കണമെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ 2 കൈയും കൂപ്പിയിട്ട് ഞാൻ പറഞ്ഞു ഡോക്ടറെ ഓപ്പറേഷൻ ചെയ്യാതെ എങ്ങനെ ഞാനിത് കൊണ്ടുപോയി, അന്നേരവും വേദനയുണ്ട്. അപ്പം എന്നോട് ഡോക്ടർ പറഞ്ഞു ഇയാടെ നട്ടെല്ല് വെട്ടിപ്പൊളിച്ചാൽ കോമാ സ്റ്റേജിലാകും, അതിന് ഇയാൾക്കാകുമോ, ഇയാൾ എന്നെ എഴുതി തരാൻ പറഞ്ഞു. ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട. എന്നിട്ട് എന്നോട് കുറേ കാര്യങ്ങൾ എന്നോട് അവിടെ നിന്ന് പറഞ്ഞപ്പോൾ എനിക്കത് മനസ്സിലായി, അത് ചെയ്യണ്ട. അപ്പോൾ എന്നോട് പറഞ്ഞു നിങ്ങൾ നാളെ വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞു. പിറ്റേന്ന് ഡോക്ടർ വന്നപ്പം പനിയായിരുന്നു. അപ്പം ഡോക്ടർ പറഞ്ഞു ഇന്നൊരു ദിവസം കൂടെ കഴിഞ്ഞിട്ട് നാളെ പോയാൽ മതിയെന്ന്. അങ്ങനെ ഞങ്ങൾ 12-ാമത്തെ ദിവസം അവിടെ നിന്ന് വീട്ടിൽ വന്ന് ഞാൻ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഈ കൃപാസനത്തിൽ വന്നപ്പോൾ ഇവിടെ ഉടമ്പടി എടുക്കുന്ന സമയം കഴിഞ്ഞ് ധ്യാനമായിരുന്നു. അച്ഛൻ്റെ ധ്യാനം കൂടിക്കൊണ്ട് നിൽക്കുമായിരുന്നു. അതിനകത്ത് ഞാൻ ഈ ധ്യാനത്തിനിരിക്കുന്നെങ്കിലും എനിക്ക് ഉടമ്പടി എടുത്തില്ലെന്ന് എൻ്റെ മനസ്സിനിങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുക. പിന്നെ ഞാൻ തിരിച്ച് വീട്ടിൽ പോയി പിറ്റേ ആഴ്ച വന്ന് ഉടമ്പടി എടുത്ത് അന്ന് തൊട്ട് ഞാൻ ആ വിശുദ്ധ തൈലവും ആ ഉപ്പും തേനും ഞാൻ നട്ടലിന് പുരട്ടാൻ തുടങ്ങി. വടി കുത്തിക്കൊണ്ടായിരുന്നു നടന്നത്. വടി കുത്തി പിടിച്ച് നൂരത്തേ ഇല്ല. ഞാനന്നേരം പറഞ്ഞു നൂന്ന് നടന്ന് അവർ വേദന കൊണ്ട് നൂരത്തില്ല. അങ്ങനെ ഞാൻ
ആ തൈലവും ഉപ്പും തേനും പുരട്ടിയതിൻ്റെ ഫലമായി കുറച്ച് മാറാൻ വ്യത്യാസം വന്നു തുടങ്ങി. അന്നേരം ഞാൻ എല്ലാ മാസവും ഇവിടെ വന്ന് പ്രാർത്ഥിക്കും. അതിൻ്റെ ഫലമായി ഇപ്പോൾ പൂർണ്ണമായി സൗഖ്യമായി. ഇതിൻ്റെ എല്ലാം കോടാനുകോടി നന്ദി പറഞ്ഞാലും ഈ ഈശോയ്ക്കും അമ്മയ്ക്കും മതിയാവില്ല. അത്രയ്ക്ക് വിളിച്ചാൽ വിളിപ്പുറത്തുള്ള ഒരു അമ്മയെ ഈശോയി ഞാൻ മറ്റെങ്ങും കണ്ടിട്ടില്ല. ഇതെൻ്റെ ആദ്യത്തെ സാക്ഷ്യമാണ്. രണ്ടാമത്തെ സാക്ഷ്യം എൻ്റെ മോടെ വിവാഹം. കഴിഞ്ഞ ആഗസ്റ്റ് മാസം 20 ദിവസത്തെ ലീവിന് പയ്യൻ വന്ന് കണ്ടിട്ട് പോയി. ഇവർക്ക് നമ്മൾ പരസ്പരം ഇഷ്ടപ്പെട്ട് അങ്ങനെ വീട്ടുകാർ കല്യാണം ഉറപ്പിച്ച്. മാർച്ച് 15-ാം തീയതി ആയിരുന്നു. ചെറുക്കൻ പുറത്തായിരുന്നു ജോലി. അങ്ങനെ ചെറുക്കൻ ഈ മാർച്ച് 15-ാം തീയതി കല്യാണത്തിന് ഡേറ്റ് എടുത്ത് കല്യാണം എല്ലാവരോടും നടന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം ഗൾഫ് യുദ്ധം തുടങ്ങി. ഒരു ചെറുക്കൻ മാർച്ച് 4-ാം തീയതി നാട്ടിൽ വരാനിരുന്ന ഒരു തരത്തിലും ചെറുക്കൻ്റെ ടിക്കറ്റ് എടുക്കുന്നതെല്ലാം ക്യാൻസലായി പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഞാൻ ഓടി ഇവളെയും കൂട്ടി ഈ കൃപാസനത്തിൽ വന്ന് ഒരു ജോഡി സാരി മേടിച്ച് ഞാൻ ഈ സ്റ്റെപ്പേ കൊണ്ടുവച്ചിട്ട് അമ്മയോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. അമ്മയോട് ഞാൻ അനുവാദം ചോദിച്ചിട്ടാണ് ഈ കല്യാണത്തിന് വാക്കുറപ്പിച്ചതും എല്ലാം. അമ്മ ഇവിടെ കല്യാണം നടക്കാൻ അമ്മയ്ക്ക് ഇഷ്ടമാണ്. അമ്മ നടത്തി. ഞാൻ വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പ് അമ്മ എനിക്കൊരു മറുപടി തരണം. ഒന്നീ സന്തോഷമല്ല ദുഃഖം എന്തോ ആയാലും ഇന്ന് തന്നെ അമ്മ എനിക്കൊരു മറുപടി തരണമെന്ന് പറഞ്ഞു. ഞാൻ ഇവിടുന്ന് അപ്പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ എൻ്റെ മോൾ എന്നോട് പറഞ്ഞു, അമ്മേ ഷൈൻ എനിക്ക് മെസ്സേജ് അയച്ചു ടിക്കറ്റ് നോക്കുന്നത്. നീ റിപ്ലൈ കൊടുത്തോന്ന് ചോദിച്ചു. ഞാനൊന്നും പറഞ്ഞില്ല അമ്മയെന്ന് പറഞ്ഞു. അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. നിനക്ക് ഇഷ്ടമുണ്ടേ കൊടുക്കൂ ഇല്ലേ ഒന്നും ഞാൻ പറഞ്ഞില്ല. അവിടുന്ന് ഞങ്ങൾ അപ്പോഴെല്ലാം ഞാൻ അമ്മയെ വിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ബസ്സിലിരിക്കുമ്പോഴും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ ഞാൻ ചങ്ങനാശ്ശേരി ചെന്ന് ബസ് സ്റ്റോപ്പിൽ നിന്നപ്പോൾ ഇവളെന്നോട് പറഞ്ഞു, അമ്മേ ഷൈൻ മെസ്സേജ് അയച്ചു 9-ാം തീയതിക്ക് ടിക്കറ്റ് ഓക്കെ ആയെന്ന് എന്നോട് പറഞ്ഞു. ഞാനന്നേരം അവിടെ നിന്ന് കരഞ്ഞു. എൻ്റെ അമ്മ ഇത്രയേറെ അത്ഭുതം കാണിക്കാൻ അമ്മയ്ക്ക് മാത്രമേ പറ്റും, വേറെ ആർക്കും പറ്റത്തില്ല. ഇവരുടെ കണ്ണീരൊപ്പുന്ന അമ്മയാണ്. ഇതുപോലെ ഞാൻ വേറൊരിടത്തും ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ആ പയ്യൻ 9-ാം തീയതി വന്നു. ഡ്രസ്സ് എടുത്തിട്ടില്ല. പിന്നെ പെട്ടെന്നായിരുന്നെല്ലാം കല്യാണം നല്ല ഭംഗിയായിട്ട് കനാലിലെ കല്യാണം പോലെ അമ്മ നല്ല എല്ലാ അത്ഭുതം എന്തുമാത്രം അത്ഭുതം പ്രവർത്തിച്ചെന്ന് ഞങ്ങൾക്ക് അറിയാവൂ, അനുഭവിച്ചൊക്കെ അറിയാവൂ. അങ്ങനെ ആ കല്യാണം ഭംഗിയായി നടന്നു. അതാണ് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം. മൂന്നാമത്തെ സാക്ഷ്യം, എൻ്റെ കാലയിൽ ഒരു മുഴയുണ്ടായിരുന്നു. അത് ഞാൻ ഒരു ആശുപത്രിയിലും കാണിച്ചില്ല, എങ്ങും പോയില്ല. ഞാൻ അമ്മയുടെ വിശുദ്ധ തൈലം പുരട്ടി. അതിൻ്റെ ഫലമായി അതും പൂർണ്ണ സൗഖ്യമായി. എൻ്റെ പേര് അഞ്ജന. കഴിഞ്ഞ മാസം 15-ാം തീയതി ആയിരുന്നു എൻ്റെ കല്യാണം. അമ്മ അത് നല്ല രീതിയിൽ ഭംഗിയായി നടത്തി തന്നു. പാസനും അമ്മയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് സുരേഷ് ബാബു. എനിക്ക് നടുവിൻ്റെ പ്രശ്നമായിട്ട് ഞാൻ ആശുപത്രി കിടക്കുമായിരുന്നു. കിടക്കയിൽ എനിക്ക് ഓപ്പറേഷൻ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് അന്നേരം പിന്നെ കൃപാസനത്തിൽ ഇങ്ങനെ തൈലമൊക്കെ പുരട്ടി എനിക്ക് ഒത്തിരി ഭേദമായി. അതുകൊണ്ട് അമ്മയ്ക്കും തിരുകുമാരനും 1000 നന്ദി. ആത്മീയ ജീവിതം കാരുണ്യപ്രവർത്തി ഞാൻ എല്ലാ ആഴ്ചയിലും പൊതിച്ചോറ് ഹോസ്പിറ്റലിൽ കൊടുക്കും. രോഗിയുടെ വിവരങ്ങൾ അന്വേഷിക്കും. പിന്നെ എൻ്റെ മോള് ചോറ് കൊടുക്കാൻ പറ്റാത്തപ്പോൾ പൈസ കൊടുക്കും. കൂടുതലും ഞങ്ങൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് പൊതിച്ചോറ് കൊടുക്കുന്നത്. പിന്നെ പത്രം ഞാൻ തൊഴിലുറപ്പുള്ള സ്ഥലങ്ങളിലെല്ലാം കൊടുക്കും. പിന്നെ ബസ് സ്റ്റാൻഡിൽ കൊടുക്കും, ബസ്സേ കൊടുക്കും. ഒരു കൊച്ച് മാത്രം എൻ്റെ കയ്യിൽ നിന്നൊരു പത്രം മേടിച്ച് ആ കൊച്ച് ഞാനതുകൊണ്ട് നിർബന്ധിച്ച് ആർക്കും പത്രം കൊടുക്കാറില്ല. ഞാൻ എൻ്റെ കണ്ണിന് കണ്ടുകൊണ്ട് ഞാനിപ്പം നിർബന്ധിച്ച് പത്രം കൊടുക്കത്തില്ല. ആ കൊച്ചെൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് ആ കൊച്ച് ആ ബസ്സയിൽ ഇട്ടിട്ട് പോയി. എനിക്കത് വലിയ വിഷമമായി. ഞാൻ ഓടിച്ചെന്നത് എടുത്ത് നെഞ്ചോട് ചേർത്ത് എൻ്റെ അമ്മയെ ഉപേക്ഷിച്ചിട്ടല്ല ആ കൊച്ച് പോകുന്നത്, എന്നാലും അതിനൊരു കുഴപ്പവും വരുത്തല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിച്ച്. അതിൽ പിന്നെ ഞാൻ നിർബന്ധിച്ച് ആർക്കും ഞാൻ പത്രം കൊടുക്കത്തില്ല. പിന്നെ ഞാൻ അച്ഛൻ്റെ ധ്യാനങ്ങൾ കേൾക്കും. എല്ലാ ദിവസവും രാവിലെയും വൈകിട്ട് പ്രാർത്ഥന കേൾക്കും, ഡെയിലി ബെഡ് കേൾക്കും. എല്ലാം ഞാൻ ചെയ്യും. 1/2 മണിക്കൂർ ബൈബിള് വായിക്കും. ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തിയും പരിശുദ്ധ പ്രവർത്തനങ്ങളും. ഇത്രയേറെ അനുഗ്രഹങ്ങൾ അമ്മയ്ക്കും തിരുകുമാരനും എത്ര നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല. എൻ്റെ ഈ ജന്മം ഞാൻ അവിടുത്തെ തൃപ്പാദത്തിൽ അർപ്പിച്ച് ഞാൻ ഈ സാക്ഷി അവസാനിപ്പിക്കുന്നു. എൻ്റെ ദൈവമായ കർത്താവേ, ഞാൻ അങ്ങേ നിലവിളിച്ചപേക്ഷിച്ചു, അവിടുന്ന് എന്നെ സുഖപ്പെടുത്തുകയും ചെയ്തു. സങ്കീർത്തനം 30:2 ഹൃദയം തുറന്ന് നിലവിളിക്കുമ്പോൾ ദൈവം നമ്മെ കേൾക്കുന്നു, നമ്മെ സുഖപ്പെടുത്തുന്നു. കൃപാസനം ഉടമ്പടിയിലൂടെ നമ്മുടെ പ്രാർത്ഥനകളിൽ ഇടപെടുന്ന ഒരമ്മയാണ് നമ്മുടെ കൂടെയുള്ളത്.
നാം നിലവിളിക്കുമ്പോൾ അമ്മ നമ്മുടെ കൂടെ ചേർന്ന് നിന്ന് നമ്മുടെ ഓരോ പ്രാർത്ഥനയും നമ്മുടെ കണ്ണുനീർ ഒപ്പിക്കൊണ്ട് നമ്മുടെ കരം പിടിച്ച് ഈശോയിലേക്ക് നയിക്കുന്നത് കൃപാസനം അമ്മയാണ്. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഉഷാകുമാരിക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുവാനാണ് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് ഹസ്ബൻഡുമായിട്ട് ഇന്ന് വന്നിരിക്കുന്നത്. വളരെ കാലം നീണ്ടു നിന്ന ഒരു നടുവേദനയായിരുന്നു. നട്ടെല്ലിന് അകൽച്ച, തേയ്മാനം, ദ്രവിച്ചു എന്ന് പറഞ്ഞു. പിന്നീട് TB എന്ന അസുഖവും എല്ലാം കൂടെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സമയത്ത് ഹോസ്പിറ്റലിലായിരുന്നപ്പോൾ ഏതോ ഒരു വ്യക്തിയിൽ കൂടെ കൃപാസനം പത്രം ലഭിക്കുകയും കൃപാസനത്തിൽ ഉടമ്പടി എടുത്ത ഒരു വ്യക്തി കൃപാസനത്തിലെ വെഞ്ചരിച്ച തൈലം തേച്ച് പ്രാർത്ഥിക്കുകയും വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുകയും ഉടമ്പടി വസ്തുക്കൾ, നേർച്ച വസ്തുക്കൾ കൊടുക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് ഈ മക്കൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയും പിന്നീട് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് ഓപ്പറേഷൻ ആണ് സജസ്റ്റ് ചെയ്തിരുന്നത്. പക്ഷെങ്കിൽ തീക്ഷ്ണമായ പ്രാർത്ഥനയിലൂടെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചതിലൂടെ ഈ സഹോദരന് പൂർണ്ണ സൗഖ്യം ലഭിച്ചു എന്ന് ഈ മക്കൾ സാക്ഷ്യപ്പെടുത്തുകയാണ്. ദൈവം നൽകിയ ഓരോ അനുഗ്രഹങ്ങളെ പ്രതി നമുക്കെപ്പോഴും നന്ദി പറയാനുള്ള അവസരമേ ഉള്ളൂ. കാരണം അങ്ങയുടെ ഭക്തരുടെ മുമ്പിൽ ഞാൻ അങ്ങയുടെ നാമം പ്രകീർത്തിക്കും, എന്തെന്നാൽ അത് ശ്രേഷ്ഠമാണെന്നാണ് സങ്കീർത്തനം 52 പറയുന്നത്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ എല്ലാ കാര്യവും ഈശോയും അമ്മയും ഏറ്റെടുക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രേഷ്ഠരായ ഒരു ജനതയാണ്, ശ്രേഷ്ഠമായ ദൈവത്തിന് ഇഷ്ടപ്പെട്ട ദൈവം തിരഞ്ഞെടുത്ത ഒരു ജനമാണ്. കാരണം ഈശോയും അമ്മയും അറിയാതെ നമ്മളിവിടെ സ്റ്റെപ്പ് എടുക്കുകയില്ല. ഇവിടെ ചുവട് വെച്ചെത്തിയെങ്കിൽ അത് അമ്മ അറിഞ്ഞാണ് നമ്മളെ കൊണ്ടുവരുന്നത്. ഓരോ സാഹചര്യത്തിലൂടെ, ഓരോ വ്യക്തിയിലൂടെ, വെറുതെ ഒരു ചെറിയ പത്രത്തിൽ കൂടെയാണ് ദൈവം നമ്മെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുന്നത്. ഇവിടെ ജീവിതത്തിലും ഈശോയും അമ്മയും കനിഞ്ഞു നൽകിയ ഓരോ അനുഗ്രഹങ്ങൾക്കും നമുക്കും ഇവരോട് ചേർന്ന് നന്ദി പറയാം. നമ്മുടെ ജീവിതത്തിലെ എന്ത് പ്രശ്നമായാലും ഈശോയുടെ അമ്മയുടെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കാം. എല്ലാം ഏറ്റെടുക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ടെന്ന് വിശ്വസിക്കാം. ഈശോയും അമ്മയും കനിഞ്ഞു നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഉഷാകുമാരിക്കും കുടുംബത്തിനും ലഭിച്ച രോഗസൗഖ്യത്തിനും മറ്റെല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.